ഹലോ ഹായ് എവരിബഡി. കുറേ ദിവസത്തിന് ശേഷം ഒരു കൈപ്പക്ക ഇത് എന്താ പറയുക, മെഴുക്ക് പുരട്ടി. കുറച്ച് പറിക്കാൻ ലേറ്റ് ആയതുകൊണ്ട് ഇതായിട്ടുണ്ട്. എന്താ, ചെറിയൊരു ചുവപ്പ്, നല്ല നാടനല്ലേ. പിന്നെ ആ ചുവപ്പ് ഇതാണ് ഫ്രൈ ആയി. പിന്നെ ഇതായി, എന്താ പറയുന്നത്, പച്ചമുളക്. ഇനി കുറച്ച് തൈരാണ്, തൈര്. കുറേ ദിവസത്തിന് ശേഷം ഒരു വീട്ടിലെ ഫുഡ് കഴിക്കുവാന്ന്. ഒരു 10 ദിവസത്തിന് ശേഷം വീട്ടിലെ ഊണ്. നമ്മളെ ഹോട്ടലിലൊക്കെ എഴുതി വെക്കുന്ന പോലെ വീട്ടിലെ ഊണ്. എനിക്കിപ്പോൾ ഒരുപാട് കറി അങ്ങനെ ഒന്നും എനിക്ക് വേണമെന്നില്ല. എന്താ കാരണം എന്നറിയോ? അങ്ങനെ ഒരു രുചിയില്ല. സത്യത്തിൽ അങ്ങനെ ഒരു രുചിയില്ല. അപ്പോൾ ഞാൻ ചെറിയൊരു അച്ചാറാണ്. ഇതൊരു മാങ്ങ വാട്ടിയ ഒരു അച്ചാറാണ്. അടച്ചു വെച്ചു, ഉപ്പ് അടച്ചു വെച്ചു, തൈര് അടച്ചു വെച്ചു. ഇനി ഇതിപ്പോൾ ഇത്രയേ ഉള്ളൂ. കൈപ്പക്ക മെഴുക്ക് പുരട്ടി, അച്ചാറ്, തൈര്. കാന്താരി ഉണ്ട്, ഞാൻ ഇപ്പം എടുക്കുന്നില്ല. അധികം മുളക് വേണ്ടാന്ന് വെച്ചിട്ടാണ്. അയ്യോ, നല്ല പുളിയുള്ള മോര്. അയ്യോ, കുറേ ദിവസത്തിന് ശേഷമാണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ ഒരു കൂട്ടാൻ വേണം, അത് വേറെ കാര്യം. കൂട്ടാനാക്കിയില്ല. അപ്പോൾ ഇവിടുന്ന് ഞങ്ങളെ പറമ്പിൽ നിന്ന് തന്നെ പറിച്ച് കൈപ്പയ്ക്കാണ്. പിന്നെ അച്ചാറും. കൈപ്പക്കൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. വെയിലായതുകൊണ്ട് വേവാനൊക്കെ കുറച്ച് പണിയുണ്ട്. എന്നാലും ഞാനൊന്ന് വേവിച്ചെടുത്തു. ഇതിപ്പോൾ കൈപ്പക്ക അച്ചാറ്, കൈപ്പക്ക ഉപ്പേരി, നെല്ലിക്ക അച്ചാറ്, തൈര്. അപ്പോൾ ഞാനിതൊന്ന് കഴിക്കാം.